ഏൻഷ്യൻ ഹിസ്റ്ററിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് ഡേറ്റ്സ് അല്ലേ. അപ്പോൾ ഡേറ്റ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ഥിരമായി കേൾക്കുന്ന വാക്കുകളാണ് BC AD എന്നൊക്കെ പറയുന്നത്. എന്താണെന്ന് നമുക്കൊരു ബേസിക് നോളേജ് വേണ്ടേ. BC എന്ന് പറയുന്നത് ക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള വർഷങ്ങൾ അല്ലേ, ബിഫോർ ക്രൈസ്റ്റ്. ക്രിസ്തു ജനിച്ച ശേഷമുള്ള വർഷങ്ങളിനെ AD എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്തു ജനിച്ച് 2026 വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ BC തന്നെയാണ് ബിഫോർ കോമൺ എറ എന്നും കൂടി പറയുന്നത്. ഈ BC AD എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ക്രിസ്ത്യൻ ടേംസാണ്. അല്ല, ബിഫോർ കോമൺ എറ എന്ന് പറയുന്നത് വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു ടേമാണ്. അപ്പോൾ നമ്മൾ ഈ BC എന്ന് പറയുന്നത് തന്നെയാണ് ബിഫോർ കോമൺ എറ. AD എന്ന് പറയുന്നത് തന്നെയാണ് കോമൺ എറ. ഓക്കെ, ക്രിസ്തു ജനിക്കുന്ന മുൻപുള്ള വർഷങ്ങൾ, ക്രിസ്തു ജനിച്ച 500 വർഷങ്ങൾക്ക് മുൻപ് എന്നുള്ളതാണെങ്കിൽ അതിനെന്ത് പറയും? 500 BC. ക്രിസ്തു ജനിച്ച 1500 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുകയാണെങ്കിൽ അതിനെന്ത് പറയും? 1500 BC അല്ലെങ്കിൽ 1500 BCE. ഇനി ക്രിസ്തു ജനിച്ചിട്ട് ഒരു 2026 വർഷങ്ങൾക്ക് മുൻപ് എന്നുള്ളതാണെങ്കിൽ എന്ത് പറയും? 2026 BC അല്ലെങ്കിൽ 2026 BCE. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്താണ്? അന്നോ ഡൊമിനി അല്ലെങ്കിൽ കോമൺ എറ 2026. ക്രിസ്തു ജനിച്ച് 2026 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അല്ലേ. ഇനി ഇതൊക്കെ നമുക്ക് ജസ്റ്റ് പേർ മിനിമം അറിയാവുന്ന അല്ലെങ്കിൽ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഹിസ്റ്ററിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഉള്ള ഹിസ്റ്ററി, നമ്മളിപ്പോൾ പഠിക്കുന്ന നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റൈറ്റിംഗ് കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഹിസ്റ്ററി. അതായത് ലിറ്ററേറ്റ് ആയിട്ടുള്ള സൊസൈറ്റികൾ, എഴുതാൻ അറിയുന്ന സൊസൈറ്റികൾ, അവരുടെ ബേസിക് ആയിട്ടുള്ള റൈറ്റിങ്സ് എല്ലാം, അല്ലെങ്കിൽ നമുക്ക് ആർക്കിയോളജിക്കൽ സോഴ്സസ് വഴി, അല്ലെങ്കിൽ ഇങ്ങനെ മണ്ണിൽ നിന്നൊക്കെ എക്സ്കവേറ്റ് ചെയ്ത് നമ്മൾ സോഴ്സസ് നിന്ന് കണ്ടുപിടിക്കില്ല, അങ്ങനെയുള്ളതാവും. അല്ലെങ്കിൽ റൈറ്റിംഗ് കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഹിസ്റ്ററി, ഒരു പാർട്ട് ഓഫ് എന്താ പറയുക, ചരിത്രത്തെ നമ്മൾ ഹിസ്റ്ററി എന്ന് വിശേഷിപ്പിക്കുന്നു. അതിന് മുൻപുള്ള കേസ്, മുൻപെന്നുള്ളതിനെ പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുക. അതെന്താണെന്നറിയോ? അവർക്ക് ആ കാലഘട്ടത്തെക്കുറിച്ചിട്ടുള്ള റൈറ്റിംഗ് ഉണ്ട്, റൈറ്റിംഗ് അവൈലബിൾ ആണ്. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഡെസിഫർ ചെയ്ത് അത് തന്നെ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു നോളേജ് നമ്മുടെ കയ്യിലില്ല. അതിന് സ്ക്രിപ്റ്റ് ഉണ്ട്, അവരത് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു നോളേജ് നമുക്കില്ല. അതിനെ പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയും. പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റിങ്ങേ ഇൻവെൻറ്റ് ചെയ്തിട്ടില്ല. പ്രീ ഹിസ്റ്ററിയുള്ള മനുഷ്യർ എഴുതാനേ അറിയില്ല, അത് പ്രീ ഹിസ്റ്ററി. അപ്പോൾ എഴുതാൻ ഒട്ടും അറിയില്ലെങ്കിൽ അത് പ്രീ ഹിസ്റ്ററി. എഴുതാനൊക്കെ അറിയാം, അവർ സ്ക്രിപ്റ്റൊക്കെ വെച്ചിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അത് പ്രോട്ടോ ഹിസ്റ്ററി. നമുക്ക് മനസ്സിലാവുന്ന നമ്മുടെ ലിറ്ററേറ്റ് ആയിട്ടുള്ള സോഴ്സുകൾ, ആർക്കിയോളജിക്കൽ ആർക്കിയോളജിക്കൽ സോഴ്സസിൽ നിന്ന് നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്ന സാധനങ്ങളെ ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ പണ്ടത്തെ ആളുകളെ കുറിച്ച് പഠിക്കാം അല്ലേ. ഹണ്ടർ ഗ്യാദറേഴ്സ് അല്ലേ. അവരെന്ത് ചെയ്യുന്നു? വേട്ടയാടുന്നു. ഏകദേശം 2 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ആളുകൾ വേട്ടയാടുന്നു, അവരതിനെ പിടിച്ച് കഴിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. അവർ ഓരോ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നടക്കുന്നു. എന്തുകൊണ്ടായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക? ഒരു സ്ഥലത്തിലെ അനിമൽസും കാര്യങ്ങളൊക്കെ തീരുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കലി സീസൺ അനുസരിച്ചൊക്കെ അവർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഈ ഏർലിയസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ ഒരുപാട് സ്റ്റോൺ ടൂൾസ് ഉണ്ടായിരുന്നു. അവർ മെയിനായിട്ട് സ്റ്റോണുകളായിരുന്നു ടൂൾസായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏജിനെ നമ്മൾ സ്റ്റോൺ ഏജ് എന്നും പറയും. ഓക്കെ, അപ്പോൾ സ്റ്റോൺ ടൂൾസ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ്. പണ്ട് വലിയ വലിയ കമ്പ്യൂട്ടർ, റൂം മൊത്തമുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. പിന്നെ പോയി ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് അല്ലേ, ഡിജിറ്റൽ ആയിട്ടുള്ള കുഞ്ഞു ഡിവൈസസ്. അതേപോലെ തന്നെയാണ് സ്റ്റോണുകൾ പണ്ട് വലിയ സൈസിലായിരുന്നു. പിന്നെ അതിൻ്റെ എഫിഷ്യൻസി ആണെങ്കിലും ഷാർപ്നെസ് ആണെങ്കിലും എല്ലാം കുറഞ്ഞ് ചെറുതായി വന്നു. ഓക്കെ, ഇതൊക്കെ റിയൽ ആയിട്ടുള്ള ഇമേജസ് ആണ് കേട്ടോ. ഇനി ഇന്ത്യൻ്റെ സ്റ്റോൺ ഏജിനെ നമുക്ക് ശരിക്കും 3 കാറ്റഗറി ആയിട്ട് അവർ തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റോൺ അവർ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഏജിന് സ്റ്റോൺ ഏജ് എന്നാണ് വിളിക്കുക. ഇത് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് 2.6 മില്യൺ വർഷങ്ങൾ മുതൽ 10,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓൾഡ് സ്റ്റോൺ ഏജ്, ലേറ്റ് സ്റ്റോൺ ഏജ് ആൻഡ് ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞിട്ട്. ഈ ഓൾഡ് സ്റ്റോൺ ഏജിനാണ് പാലിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. ലേറ്റ് സ്റ്റോൺ ഏജ് ഇസ് മെസോലിത്തിക് ഏജ് ആൻഡ് പുതിയ സ്റ്റോൺ ഏജിന് നിയോളിത്തിക് ഏജ്. ഇങ്ങനെ 3ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യും. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പാലിയോളിത്തിക് ഏജ് എന്ന് പറയുന്ന സമയത്ത് പാലിയോളിത്തിക് ഏജിൽ കണ്ടില്ലേ വലിയ സ്റ്റോൺ ടൂൾസ് ആണ് ഉണ്ടാവുക. ആദ്യത്തെ സ്റ്റോൺ ടൂൾസ് എല്ലാം വലിയ സൈസിലായിരുന്നു. പിന്നീടാണ് അതിനൊന്നും വലിയ ഷാർപ്നെസ് ഒന്നുമില്ല, ഇങ്ങനെ എറിഞ്ഞു വീഴ്ത്താനൊക്കെ പറ്റുള്ളൂ. അല്ലാതെ ഷാർപ്നെസ് ഉള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു ഇതൊക്കെ പിന്നീടാണ് വന്നു തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തേന്ന് പറയുമ്പോൾ എന്താണ്? വലിയ സ്റ്റോൺ ടൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് എപ്പോഴും 2 മില്യൺ ഇയേഴ്സ് എഗോ മുതൽ 12,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള, അതായത് ഓൾമോസ്റ്റ് 99% ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററിയും ഈ പറയുന്ന ഒരു ഏജിലുള്ളതാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളും, ഇന്ത്യയിലെ
ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ പറയുന്ന പാലിയോളിത്തിക് ഏജിൻ്റെ എവിഡൻസസ് കാണാൻ പറ്റും, എക്സെപ്റ്റ് അലൂവിയൻ പ്ലേസ് ഓഫ് ഇൻഡസ് ആൻഡ് ഗംഗ. ഇൻഡസിൻ്റെ ഗംഗയിലും അത് കാണില്ല. വൈ? ബിക്കോസ് അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, എന്താ പറയുക, പ്ലെയിൻസ് ആയതുകൊണ്ട് തന്നെ അത് ഒളിച്ചു പോയിട്ടുണ്ടാകും. അതങ്ങനെ പ്രിസർവ് ചെയ്തിട്ട് ഇപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഫോമിലല്ല. അതുകൊണ്ടാണ് ഇൻഡസിലും ഗംഗയിലും ഈ പറയുന്ന അതിൻ്റെ ഒരു എവിഡൻസസ് കിട്ടുന്നില്ല. ബട്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ട്, ഈ പറയുന്ന പാലിയോളിത്തിക് ഏജിൻ്റെ എവിഡൻസസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അതിൽ മെയിനായിട്ടുള്ള സെൻറ്റേഴ്സ്, മെയിനായിട്ടുള്ള ഏരിയാസ് പറയുന്നത് ചെന്നൈയിലുള്ള പല്ലവരം, ഗുഡിയാം, അതിരമ്പക്കം, ഇങ്ങനത്തെ ഏരിയാസാണ്. ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്. അവിടെ മ്യൂസിയത്തിലൊക്കെ ഇങ്ങനെയുള്ള വലിയ വലിയ സ്റ്റോൺസൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ പറയുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്ഥലങ്ങൾ, എപ്പോഴും ഓർക്കേണ്ട 2 സ്ഥലങ്ങളാണ്. ഒന്ന് കർണാടകയിലുള്ള ഹൻസ്കി വാലി. ഇതൊക്കെ PYQs ആണ് കേട്ടോ, പണ്ടത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ പിന്നെ ഈ ഭീംബേത്ക എന്ന് പറയുന്നത് ലൈക്ക് അൺഅവോയ്ഡബിൾ. നമ്മൾ ഈ പറയുന്ന സംഭവങ്ങൾ പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭീംബേത്ക എന്ന് പറയുന്ന ഒരു ഏരിയ. അതായത് ഈ പറയുന്ന മധ്യപ്രദേശിലുള്ള ഭീംബേത്ക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമ്മളത് എന്താണ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്ലേസാണ്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് നമ്മൾ പാലിയോളിത്തിക്കിനെ കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് മെസോളിത്തിക്കിനെ കുറിച്ച് പറയാം. മെസോളിത്തിനാണ് മിഡിൽ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. മെസോളിത്തിക്കിൽ ഈ പറയുന്ന ഏരിയാസിൽ നിന്നൊക്കെ മെസോളിത്തിക്ക് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇപ്പം നമ്മൾ പഠിച്ച ഭീംബേത്ക ഉണ്ട്. അതുപോലെ തന്നെ കാലിക്കറ്റ് നമുക്കറിയുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നമുക്കറിയുന്നത് എന്താ, മലമ്പുഴ. മലമ്പുഴ നമ്മുടെ പാലക്കാടുള്ള മലമ്പുഴ. ഓക്കെ, പിന്നെയുള്ള ഏരിയാസിൽ നമുക്ക് അറിയുന്നത് ഏതാ ഉള്ളത്, ചിത്രകോട്ട് ഫോൾസ്. ഇത് നമുക്ക് ഒരു സാധനം പഠിക്കുന്ന സമയത്ത് അറിയുന്ന കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ അറ്റ്ലീസ്റ്റ് ആ ഏരിയാസൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടാവും. അപ്പോൾ മെസോളിത്തിക് ഏജിന് പറയുകയാണെങ്കിൽ 10,000 മുതൽ 4000 BC വരെയുള്ള ഒരു കാലഘട്ടമാണ്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അവർ ഹണ്ടർ ഗാദറേഴ്സ് ആയിരുന്നില്ലേ, അതിൽ പതുക്കെ 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 അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫുഡ് ഗ്യാദർ ചെയ്യാനും ഫിഷ് ചെയ്യാനും ഒക്കെ തുടങ്ങി. ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനും ചില ഏരിയാസിലൊക്കെ അവർ അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വഴി കൂടി കണ്ടുപിടിച്ചു. മെയിനായിട്ട് റോക്ക് ആർട്സ് ആണ് ആ ഒരു പറയുന്ന ഏരിയയിൽ വരുന്നത്. ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഭീംബേത്ക കേവ്സ് ഒക്കെ അതിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നിയോളിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ന്യൂ ഏജ് അല്ലേ. ന്യൂ ഏജിൽ ഒരുപാട് ആക്ടിവിറ്റീസ് വന്നു. അവർ കൃഷി ചെയ്യാൻ തുടങ്ങി, അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി, നല്ല സ്റ്റോർ ഹൗസസ് അവർ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി, ലൂമിങ് തുടങ്ങി, അതുപോലെ തന്നെ ചെറിയ ഹാൻഡ് വർക്കുകൾ, വീട് കെട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു വില്ലേജ് ഒരു സെറ്റപ്പിൽ കാര്യങ്ങൾ വന്നു. ഈവൻ ആളുകൾ മരിച്ചതിന് അവരെ ബറി ചെയ്യാനും അനിമൽസിനെ എല്ലാം മെരുക്കിയിട്ട് വളർത്താനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയൊരു ഏജിനെയാണ് നിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. 4500 വർഷം മുതൽ 2500 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് നിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. അവരിപ്പോൾ എന്തെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നേച്ചറിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നേച്ചർ പറയുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതമല്ല. പക്ഷെ അവർ അവരുടേതായിട്ടുള്ള അഡ്വാൻറ്റേജിൽ നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അവർ വളർന്നു. അഗ്രികൾച്ചറിൻ്റെ എവിഡൻസസ് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ടുള്ള 2 പ്ലേസസ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഒന്ന് മെഹഗർ എന്ന് പറയുന്ന സ്ഥലം, അതിപ്പോൾ അത് പാകിസ്ഥാനിലാണുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ബേലൻ വാലി, അവിടെ നിന്ന് റൈസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പോട്രി സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, പോട്രി വേണം അല്ലേ. അതായത് അവർ മനസ്സിലാക്കി അപ്പോൾ കഴിച്ചു കഴിയാതെ കുറേ സ്റ്റോർ ചെയ്ത് വെക്കണം. അതുപോലെ ആനിമൽസിന് ഇങ്ങനെ പിന്നാലെ നടന്ന് ഇതാകാതെ അവരെ ടൈം ചെയ്തിട്ട് നമുക്ക് വളർത്താനായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്ഥലത്തിന് സെറ്റിൽ ചെയ്തിട്ട് മര്യാദയ്ക്ക് ജീവിച്ച് പോകാം എന്നുള്ളൊരു ഐഡിയയിലേക്ക് അവരെത്തി. അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള വില്ലേജ് കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ആവാൻ തുടങ്ങി. അവർക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ അവരവരുടെ അഗ്രികൾച്ചറിലൂടെ ഉണ്ടാക്കാൻ തുടങ്ങി. റാദർ ദാൻ ഗോയിങ് അവിടെ ഇവിടെ ഇങ്ങനെ അലഞ്ഞു നടക്കാതെ അവരുടെ സ്ഥലത്ത് തന്നെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, കൃഷി ചെയ്ത് ഇരിക്കാനാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ജീവിതത്തിലേക്ക് അവർ കടക്കുകയാണ് നിയോളിത്തിക് ഏജിലൂടെ. ഓക്കെ, ഇനി നിയോളിത്തിക് ഏജിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്കവേഷൻസ് നോക്കുകയാണെങ്കിൽ ഒന്ന് ബുർസാഹോമാണ്, പിന്നൊന്ന് മെഹഗർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പാകിസ്ഥാനിലാണ്. ബുർസാഹോം എന്ന് പറയുന്നത് കാശ്മീരിലുള്ള ഒരു പ്ലേസാണ്. അതുപോലെ തന്നെ ബേലൻ എന്ന് പറയുന്ന ഒരു സ്ഥലവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മസ്കി ബ്രഹ്മഗിരി എന്നൊക്കെ പറയുന്നതും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. മെഹഗർ എന്ന് പറയുന്ന കണ്ടില്ല, ഇവിടെയാണ് വരുന്നത്, പാകിസ്ഥാൻ്റെ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത്. ഈ ബുർസാഹോം എന്ന് കിട്ടിയിട്ടുള്ള ഒരു പിറ്റ് ഹൗസിൻ്റെ, ഓക്കെ, ബിർസാഹോമിൽ നിന്ന് എന്ത് കിട്ടി, പിറ്റ് ഹൗസസും കിട്ടി. അതുപോലെ തന്നെ ഡോഗുകളിനെ വളർത്തുന്നതായിട്ടുള്ള എവിഡൻസസും കിട്ടി. ഓക്കെ, ഡോഗുകളെ വളർത്തുന്നത് മാത്രമല്ല, ഡോഗിനെ അവരുടെ മാസ്റ്റർ മരിക്കുന്ന സമയത്ത് ആ മാസ്റ്ററിൻ്റെ കൂടെ ബറി ചെയ്തിരുന്നു എന്നുള്ള ഒരു എവിഡൻസ് കിട്ടി. അതെന്തിനായിരിക്കും, അവർ ആഫ്റ്റർ ലൈഫിൽ ഒരു പക്ഷേ വിശ്വസിച്ചെന്നുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ഈ മാസ്റ്റർ പോകുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ലോകത്ത് മാസ്റ്റർക്ക് കൂട്ടിന് വേണ്ടിയിട്ടായിരിക്കാം ഈ പറയുന്ന ഡൊമസ്റ്റിക് ഡോഗ്സിനെ അവരുടെ ആ ഒരു കല്ലറയിൽ ഇവരുടെ കൂടെ തന്നെ അടക്കം ചെയ്തത്. പിറ്റ് ഹൗസസ് ബുർസാഹോമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. ഈ പിറ്റ് ഹൗസിൻ്റെ മീനിങ് എന്താണെന്നറിയാം, ഒരു കുഴി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഒരു കുഞ്ഞി കുഴിയായിരിക്കും. ആ കുഴിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ലാഡർ ഉണ്ടാവും. ആ ലാഡർ വഴി നമ്മളിങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, ഈ പറയുന്ന
ചെറിയ രീതിയിലുള്ള പാർട്ടീഷൻ റൂമുകളുണ്ടാവും, വെന്റിലേഷൻ ഉണ്ടാവും. അതിനെ ഇങ്ങനെ ചെറിയ രീതിയിൽ, ഇവിടെ തണുപ്പ് സ്ഥലമാണ്, കാശ്മീറാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വേണം, ഫയർ ഹേർത്ത് വേണം. ഈ റൂഫിനെ സപ്പോർട്ട് ചെയ്യുന്ന റൂഫൊക്കെ ഉണ്ട്. ഈ റൂഫിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സപ്പോർട്ട് പോസ്റ്റുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള പിറ്റ് ഹൗസസ് ഈ പറയുന്ന ബോൾസ ഹോമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും പിറ്റ് ഹൗസസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട്. അതുപോലെ തന്നെ പറയുന്ന ഒരു പ്ലേസാണ് മാഗർ എന്ന് പറയുന്നത്. മാഗറിന് ബലൂചിസ്ഥാൻ്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന് പറയാറുണ്ട്. ഓൾറൈറ്റ്. ഇനി ബേലൻ എന്ന് പറയുന്നതും ഇതേപോലെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. കാരണം എന്താ, എല്ലാ 3 ഫേസസും നമ്മളവിടെ കാണുന്നുണ്ട്. എന്തൊക്കെ? പാലിയോളിത്തിക് ഉണ്ട്, മെസോളിത്തിക് ഉണ്ട്, അതുപോലെ തന്നെ നിയോളിത്തിക്. ഇതെല്ലാത്തിൻ്റെയും അവശിഷ്ടങ്ങൾ ബേലൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. പിന്നെ ഓർത്ത് വെക്കേണ്ട 2 കാര്യങ്ങളാണ് മസ്കിയും ബ്രഹ്മഗിരിയും. ഇതെല്ലാം PYQs ആയിട്ട് വന്നിട്ടുള്ള ഏരിയാസാണ്. ഇനി വരുന്നത് ഈ 3 സ്റ്റേജസും കഴിഞ്ഞിട്ട് പിന്നെ വരുന്നൊരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റോണിൻ്റെ ഒരു കാര്യം കണ്ടുപിടിച്ചു അല്ലേ, സ്റ്റോൺ കൊണ്ടുള്ള കാര്യങ്ങൾ. സ്റ്റോണിൻ്റെ കൂടെ തന്നെ അവർ പതുക്കെ മെറ്റൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ആദ്യം കണ്ടുപിടിച്ച മെറ്റൽ ഏതായിരുന്നു? കോപ്പർ. ഫേസ്റ്റ് മെറ്റൽ വാസ് കോപ്പർ. അപ്പോൾ കോപ്പറും അതുപോലെ തന്നെ സ്റ്റോണും വെച്ചിട്ടുള്ള വെപ്പൺസ് കണ്ടുപിട്ടുന്ന ഒരു സമയമാണ്, ഒരു ഏജാണ് ചാൽക്കോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതിനെ കോപ്പർ സ്റ്റോൺ ഏജ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാൽക്കോളിത്തിക് സൈറ്റ് ചോദിച്ചാൽ ഒന്ന് ഇനാംഗോൺ, ഇതൊരു PYQ ആണ്. ദൈമബാദും ഒരു PYQ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന കോപ്പർ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു കോപ്പർ ബ്രോൺസ്, ആ ഒരു കാലഘട്ടത്തിലുള്ള ചില കൾച്ചേഴ്സ്, ഹാരപ്പൻ കൾച്ചർ, ജോവ കൾച്ചർ, അതുപോലെ തന്നെ കയത അല്ലെങ്കിൽ മാൽവ കൾച്ചർ, അഹർ കൾച്ചർ, ഈ പറയുന്ന ഏരിയാസിലൊക്കെ ഈ പറയുന്ന ചാൽക്കോലിത്തിക് ഏജിൻ്റെ എവിഡൻസസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലിപ്പം നമ്മൾ പഠിച്ച ഇനാംഗോൺ ഉണ്ട്. ഇനാംഗോൺ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു ചാൽക്കോലിത്തിക് ആയിട്ടുള്ള ഒരു സൈറ്റാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും PYQs വരിക. ആർക്കിയോളജിക്കൽ സൈറ്റ് ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇനി നോക്കാം ചാൽക്കോലിത്തിക് ഏജ് അല്ലേ. ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞത് അതേ ഒരു സമയത്ത് തന്നെ അപ്പുറത്ത് വേറൊരു സംഭവം വന്നിട്ടുണ്ട്. അതായത് ഹാരപ്പൻ കൾച്ചർ എന്ന് പറയുന്നത്. ചാൽക്കോലിത്തിക് എന്ന് പറയുന്നത് പ്രൈമറിലി എന്താണ്, കാട് അല്ലേ, റൂറൽ ആയിട്ടുള്ള ഏരിയാസിലായിരുന്നു. അതിൻ്റെ മോസ്റ്റ്ലി അവിടെ എന്ത് തന്നെയാണ്, കോപ്പറാണ് ഉള്ളത്. കോപ്പർ മാത്രമല്ല, അവർ കൂടുതലും ഹില്ലി ലാൻഡിലും അതുപോലെ തന്നെ റിവർ അവിടെയൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഹാരപ്പൻ അടുത്ത് നോക്കുകയാണെങ്കിൽ കുറേ കൂടെ ഏർബൻ ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻ്റ് ആണ്. അവർ ബ്രോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർ ഏർബനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. ടൗൺ പ്ലാനിങ് കാര്യങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കൾച്ചറിനെയാണ് ഹാരപ്പൻ കൾച്ചർ എന്ന് പറയുന്നത്. ഹാരപ്പൻ കൾച്ചർ ഇവിടെ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. എവിടെ ഉണ്ടായിരുന്നത്? ഇന്ത്യയിലുണ്ട്. എവിടെയൊക്കെ? ഈ പറയുന്ന രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത്, ഈ ഒരു ഏരിയയിലൊക്കെ ഈ പറയുന്ന ഹാരപ്പൻ കൾച്ചർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഈവൻ കാശ്മീർ, ഈ ഒരു റീജിയനിലൊക്കെ നമുക്ക് കാണാം. പക്ഷെ കൂടുതലായിട്ടും എവിടെ തന്നെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ റീജിയനിലാണ് ഈ പറയുന്ന ഹാരപ്പൻ കൾച്ചർ. ഇങ്ങോട്ടേക്കൊന്നും ഹാരപ്പൻ കൾച്ചർ വന്നിട്ടേ ഇല്ല. ഓക്കെ, ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന ഇതേ സെയിം ലെക്ചറിൽ ഗോയിങ് ഫോർവേഡ് നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇനി ഈ പറയുന്ന മറ്റൊരു ന്യൂസിലുണ്ടായിരുന്ന ഒരു സംഭവമാണ് കേരളയിലുള്ള മെഗാലിത്ത് സൈറ്റിൻ്റെ ഡിസ്കവറി. അപ്പോൾ മെഗാലിത്ത് സൈറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തൊപ്പിക്കല്ലാണ്. തൊപ്പിക്കല്ലെങ്കിൽ ഹാഡ് സ്റ്റോൺസ് ആണ്. വാട്ട് ഇസ് ഇറ്റ്? മെഗാലിത്ത് പറഞ്ഞാൽ എന്താ? മെഗാലിത്ത് എന്ന് പറയുന്നത് ഒരു ലാർജ് സ്റ്റോണിനെയാണ് മെഗാലിത്ത് എന്ന് പറയുന്നത്. വലിയൊരു കല്ല്, അതിനാണ് മെഗാലിത്ത് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും എവിടെ കണ്ടുവരുന്നത് നോക്കും? മെഗാലിത്സുകൾ സദേൺ ഇന്ത്യയിലാണ് കൂടുതലായിട്ടും ഈ പറയുന്ന മെഗാലിത്ത് കാണുന്നത്. അതായത് നോർത്തിലൊന്നുമില്ല അല്ലേ, സെൻട്രൽ ഇന്ത്യയിലുണ്ട്. പിന്നെ പതുക്കെ ഇങ്ങനെ താഴോട്ടേക്കാണ് കൂടുതൽ. ഇതിൽ നമുക്ക് അറിയുന്ന സ്ഥലപ്പേരുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മാങ്കാട് നമ്മൾ എവിടെയോ കണ്ടല്ലോ. എവിടെയാണ് നമ്മൾ മാങ്കാട് കണ്ടത്? PYQ, നമ്മൾ നേരത്തെ ഒരു PYQ നോക്കിയില്ലേ, അതിലൊരു ഓപ്ഷൻ എന്താണെന്നറിയോ? മാങ്കാടാണ്. നോക്കൂ, മാങ്കാട് കേരള മെഗാലിത്തിക് സൈറ്റ്, അതും കറക്റ്റാണ്. ഓക്കെ, സോ ഈ മാങ്കാട് എന്ന് പറയുന്ന ഒരു മെഗാലിത്തിക് സൈറ്റാണ്. മെഗാലിത്തിൻ്റെ മീനിങ് എന്താണ്? ഒരു വലിയ കല്ല്. അപ്പം മാങ്കാട് ഒരു ഇത്. പിന്നെ പഴയന്നൂർ നമുക്കറിയുന്ന ഒരു സ്ഥലമാണ്, അല്ലെ, കേരളത്തിലുള്ള ഒരു സമയമാണ്. സിറ്റനവാസൽ എന്ന് പറയുന്നത് തമിഴ്നാടിലുള്ള ഒരു ഏരിയ ആണ്. പിന്നെ അറിയുന്ന വേറൊരു സൈറ്റ് അമരാവതിയാണ്. നമുക്ക് കേട്ട് മസ്കി നമ്മൾ അവിടെ പഠിച്ചില്ലേ, ഹല്ലൂർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന, ബ്രഹ്മഗിരിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന, നാഗാർജുന കൊണ്ട, അതൊക്കെ നമ്മൾ അറിയുന്ന ഏരിയാസാണ്. ഓക്കെ, ഈ ഏരിയസൊക്കെ മെഗാലിത്സ് ആണ്. അപ്പോൾ മെഗാലിത്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബറിയൽ സൈറ്റാണ്. മെയിനായിട്ട് ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ മെമ്മറിക്ക് കമ്മമറേറ്റ് ആയിട്ടുള്ള മെമ്മോറിയൽസ് ആയിട്ട് നമ്മൾ വെക്കുന്ന സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ മോണുമെൻറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? മെഗാലിത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെഗാലിത്ത് എന്ന് പറയുന്നത് ഈ അയേൺ ഏജിലാണ് കൂടുതലായിട്ട് മെഗാലിത്തുകൾ വന്നിരിക്കുന്നത്. അയേൺ ഒന്നും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. അത് ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സീക്വൻസിൽ അയേണൊന്നും എത്തിയിട്ടില്ല. നമ്മൾ കോപ്പർ എത്തിയിട്ടുള്ളൂ. ചില ഇടങ്ങളിൽ ബ്രോൺസും യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അയേൺ ഏജിൻ്റെ കാലഘട്ടത്തിലുള്ള മെഗാലിത്തുകളാണ് നമ്മൾ കൂടുതലായിട്ടും ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് നോക്കൂ,
മഹാരാഷ്ട്ര, മെയിനായിട്ട് വിദർഭയിലാണുള്ളത്. അതേപോലെ അതല്ലാതെ പിന്നെ കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, താഴെയുള്ള എല്ലാ സ്റ്റേറ്റ്സിലും കൂടുതലായിട്ട് പറയുന്ന എന്താ പറയുക മെഗാലിത് സൈറ്റ്സ് ഫൈൻഡ് ചെയ്യുന്നുണ്ട്. പെനിൻസുലാർ ഇന്ത്യയിലാണ് കൂടുതലായിട്ടും ഈ പറയുന്നതാണ് പെനിൻസുലാർ ഇന്ത്യ, ഇവിടെയാണ് കൂടുതലായിട്ടും അത് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് മെഗാലിത്സിൽ പല രീതിയിലുള്ള, ഇപ്പം നമുക്ക് തൊപ്പിക്കല്ല്, അതായത് ഒരു തൊപ്പി പോലെ ഒരു കല്ലിൻ്റെ മേലെ വേറൊരു കല്ല് വെച്ചൊരു തൊപ്പി പോലെയുള്ള ഡിസൈൻ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആളുകൾ അടക്കം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലെ മെൻഹസ് ഉണ്ട്, അതുപോലെ ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചർ, അല്ലെങ്കിൽ ചുറ്റും സ്റ്റോൺ ഇങ്ങനെ സർക്കിളിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ബറിയൽ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏരിയാസ് ഉണ്ടാവും, ഒരു കല്ല് ഇങ്ങനെ ഒരു ബോഡീൻ്റെ മേലെ ഇങ്ങനെ ഒരു കല്ല് വെച്ചിട്ടുള്ള ബറിയൽസ് ആവാം. ഡോൾമെൻ എന്ന് പറയുന്നത് ഇങ്ങനെ തൂണ് പോലെ കല്ല് നിർത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ മറ്റൊരു കല്ല് വെച്ച് അടയ്ക്കുന്നതാവാം. ഇതൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ നന്നങ്ങാടികളുണ്ടാവും, അതായത് ഒരു പോട്ടാണ്, അതിൻ്റെ ഉള്ളിൽ ആളുകളെ മരിച്ച ആളുകളുടെ ബോഡീസ് വെക്കുന്ന രീതിയിലുള്ള മെഗാലിത്തിക് ബറിയൽ ഉണ്ടാകും. അപ്പോൾ മെഗാലിത്തിക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്റ്റോൺ എന്നാണ് അതിൻ്റെ അർത്ഥം. മെയിനായിട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ബറിയൽ, കല്ല് വെച്ചിട്ട് ഈ പറയുന്ന ബറിയൽസിനെ ഒന്നും കൊമമറേറ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പിനെയാണ് മെഗാലിത്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് മെയിൻലി ഫൗണ്ട് ഡ്യൂറിങ് ദ അയേൺ ഏജസ് എന്നുള്ളതാണ് അതിൽ വന്നിട്ടുള്ളൊരു കാര്യം. ഇനി നമുക്ക് മെല്ലെ IVCയിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഹാരപ്പൻ എന്ന് പറയുന്ന ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു റെയിൽവേ ലൈൻ ഇടുമായിരുന്നു. റെയിൽവേ ലൈനിൻ്റെ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുക. റെയിൽവേ ലൈൻ ഇടുന്ന സമയത്ത് കുറേ ചെങ്കലുകൾ കിട്ടി. അപ്പോൾ അവർ ഓക്കെ ഈ ചെങ്കൽ നമുക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുറേയൊക്കെ റെയിൽവേ ലൈനൊക്കെ ഇട്ട് നോക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ വലിയൊരു അത്ഭുതം കണ്ടുപിടിച്ചത്. എന്താണ് കണ്ടുപിടിച്ചതെന്നറിയോ? ശരിക്കും കണ്ടുപിടിച്ചത് 1921 ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. 1500ഓളം സൈറ്റുകൾ പണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എന്താ പറയുക, ഈ പറയുന്ന ഡൊമസ്റ്റിക്കേഷനൊക്കെ പതുക്കെ തുടങ്ങിയിട്ടുള്ളൂ, ഹണ്ടർ ഗ്യാതറിംഗ് എന്നൊക്കെ പതുക്കെ മാറി വരുന്നുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആളുകളുടെ ഇടയിൽ വളരെ അർബനായിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിലേക്കായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ എത്തിയത്. അപ്പോൾ ഇതാണ് 1500ഓളം സൈറ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഒരു ഏരിയയിലാണ് ഈ പറയുന്ന എന്താണ് IVC ഉണ്ടായിരുന്നത്. ഓക്കെ, ഗുജറാത്തും രാജസ്ഥാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹരിയാന ഓൾസോ. പിന്നെ അതുപോലെ പാകിസ്ഥാൻ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, ആ ഒരു ഏരിയാസിലാണ് ഈ പറയുന്ന ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള സൈറ്റ്സുകൾ. നമ്മൾ ഓരോ സൈറ്റിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റിനെ കുറിച്ചൊക്കെ നമുക്കിങ്ങനെ പഠിച്ച് പോകാം. അതായത് ഇറ്റ്സ് നത്തിങ് ബട്ട് ഈ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ടൗൺ അല്ലെങ്കിൽ ഒരു അർബൻ സെറ്റിൽമെൻ്റ് ആണ്. എല്ലാ ആളുകളും വളരെ റൂറലായിട്ട് വളരെ പ്രിമിറ്റീവായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം ആധുനികതയുള്ള വളരെയധികം നഗരവൽക്കരിക്കപ്പെട്ട ഒരു നഗരം, ഐ മീൻ ലൈക്ക് ലിറ്ററലി നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള ഒരു ഏർബൻ സെറ്റിൽമെൻറ്റിൻ്റെ അതേ രീതിയിലുള്ള ഒരു ഏർബൻ സെറ്റിൽമെൻറ്റ് കാണാനായിട്ട് സാധിച്ചു. അതിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 ഏർലി അല്ലെങ്കിൽ പ്രീ ഹാരപ്പൻ സൈറ്റ്, 2 മെച്ചോ ഹാരപ്പൻ, 3rd ലേറ്റ് ഹാരപ്പൻ. ഓക്കെ, ഇത് ഈ പറയുന്ന ഈ ഒരു 3200 മുതൽ 2600 വരെ ഒരു ഏകദേശം ഒരു 600 വർഷ കാലഘട്ടം. പിന്നെ അത് വിട്ടാൽ 2600 മുതൽ 1900 വരെ, അതായത് ഏകദേശം ഒരു 700 വർഷത്തെ കാലം. പിന്നെ അവസാനത്തെ ഒരു 300 വർഷം. ഇങ്ങനെ 3ആയിട്ട് അതിന് നമ്മൾ ഡിവൈഡ് ചെയ്തു, ഏർലി, മെച്ചോർ, ലേറ്റ്. നമുക്കിനി ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആ സമയത്തുള്ള 2 കണ്ടംപററീസാണ്, ആ സമയത്ത് ലോകത്തുണ്ടായിരുന്ന മറ്റ് 2 ഏർബൻ സെൻറ്റേഴ്സാണ് ഈജിപ്തും മെസോപ്പൊട്ടാമിയയും എന്ന് പറയുന്നത്. പക്ഷേ ഈജിപ്തിനെക്കാട്ടിലും 20 മടങ്ങ് വലുതായിരുന്നു നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷന് എന്താണ് മറ്റൊരു പേര്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. എന്തുകൊണ്ടാണ് ഇൻഡസ് വാലി എന്ന് പറയാനുള്ള കാരണം? ഇൻഡസ് അതായത് ഒരു നദിയാണ് അല്ല, ഇൻഡസ് നദിയുടെ തീരത്തായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ IVC ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഈജിപ്തും മെസോപ്പൊട്ടാമിയ എന്ന് പറയുന്ന അവർ ഒരുപാട് ട്രേഡുകളെല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും മെസോപ്പൊട്ടാമിൻ്റെയൊക്കെ റിട്ടൺ ലിറ്റററി വർക്ക്സ് ഇപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റെഫറൻസസ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഇൻഡസ് വാലിനെ അവർ മെലൂഹ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മെലൂഹയായിട്ട് ട്രേഡ് നടത്തിയിരുന്ന കഥയൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് മറ്റുള്ള ഈജിപ്തും അതുപോലെ തന്നെ മെസോപ്പൊട്ടാമിൻ്റെ സോഴ്സസിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തമാണ് ഇൻഡസ് വാലിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നും കൂടി ഓർക്കുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ഇൻഡസ് വാലി ഉണ്ടായിരുന്ന അതേ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലായിട്ട് ഏകദേശം അറേബ്യൻ പെനിൻസുലൻ്റെ അക്രോസ് ആയിട്ട് ഈജിപ്തും മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷൻസും വളർന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചൈനയും ഉണ്ടായിരുന്നു. ഇവർ തമ്മിലൊക്കെ നല്ല രീതിയിലുള്ള കച്ചവടങ്ങൾ, നല്ല രീതിയിലുള്ള ട്രേഡുകൾ, നല്ല രീതിയിലുള്ള വില്ലേജസ് സിറ്റി ആയിട്ട് മാറുന്ന രീതിയിലുള്ള ഏർബൻ സെറ്റിൽമെൻറ്റ്സും കാര്യങ്ങളും, വാട്ടർ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഹൈവേസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ തിങ് ഈസ്
അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എന്തിനാണ്? സെൽഫ് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ആ സസ്റ്റൈനബിലിറ്റി കഴിഞ്ഞ് അതായത് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതുക്കെ അത് ട്രേഡ് ചെയ്യാൻ തുടങ്ങും അല്ലേ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഫുഡ് ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകും അല്ലേ, പുതിയ ആക്ടിവിറ്റീസും എമേർജ് ആയി വരും. പുതിയ ആക്ടിവിറ്റീസ് എന്തൊക്കെയൊക്കെ ആയിരിക്കും? ക്രാഫ്റ്റോ ആർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടംപററീസ് ചോദിക്കും. കണ്ടംപററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടൈമിൽ ഉണ്ടായിരുന്നവരാരൊക്കെയാണ്? ആരൊക്കെയാണ്? ഈജിപ്റ്റ്, മെസോപ്പൊട്ടാമിയ, അപ്പുറത്തെ ചൈനക്കാർ ഇരുന്നിട്ട് പേപ്പറും അതുപോലെ തന്നെ സിൽക്കും ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇനി ഈ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അധികം ഒന്നും അറിയില്ല. പൊളിറ്റിക്കൽ ഓർഗനൈസേഷനെ കുറിച്ചും കൾച്ചറൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചൊന്നും അധികമൊന്നും അറിയില്ലെങ്കിലും ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സീലുകളാണ്. സീൽ എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കേണ്ടാവുക? ഓട്ടോമാറ്റിക്കലി ക്ലേ വെച്ചിട്ടായിരിക്കും അല്ലേ, ഒരു ഇമേജ് ഇങ്ങനെ കാർവ് ചെയ്ത്. അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന അനിമൽസിനെയൊക്കെ അറിയാമെന്നല്ല എൻ്റെ അർത്ഥം. ഏതൊക്കെ അനിമൽസാണ്? ആന. ഇത് നോക്ക്, 2 ടൈഗേഴ്സിൻ്റെ നടുക്ക് ഒരാൾ കിടക്കുകയാണ്. ഇത് സീബ്ര ആയിരിക്കും. ഇത് ഇതേപോലെ ഒരു പുലി അല്ലേ, ടൈഗർ. ഇതൊരു ഹിപ്പോപ്പൊട്ടാമസ്, കാളയാണ്. കാള. ഇത് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ഇത് 1 ഹോൺ റൈനോസറസോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ്. ഓക്കെ, യൂണിക്കോൺസോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. യൂണിക്കോൺസ് ഉണ്ടോ? യൂണിക്കോൺസ് ഇല്ല. ദിസ് ഇസ് നോട്ട് യൂണിക്കോൺ. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി എന്താണ്, ഹിപ്പോ പോലെയുള്ള സെറ്റപ്പാണ്. പിന്നെ ഇതെന്താ? പ്രോട്ടോശിവ എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തെ ശിവൻ. ഓക്കെ, ശിവന് ചുറ്റും കുറേ ആനിമൽസ് ഉണ്ട്. ഇനി ഹാരപ്പൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സീലിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. സീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീൽസ് എന്തിനായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക? സീൽസ് മെയിനായിട്ട് കറൻസിക്ക് പകരമായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. കറൻസി കൊടുക്കുന്നതിന് പകരം സീൽ കൊടുത്തിട്ട് കറൻസിക്ക് പകരം വേണമെങ്കിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തും കൂടി പ്രിവെയിലിംഗ് ആണ്, ബാർട്ടർ സിസ്റ്റം പ്രിവെയിലിംഗ് ആണ്. എന്താണ് ബാർട്ടർ സിസ്റ്റം? ബാർട്ടർ സിസ്റ്റം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ആനേനെ വേണം, മറ്റേ ആളുടെ അടുത്തുള്ള ഒരു പശുവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസയുടെ യൂസ് ഇല്ലാതെ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു പ്രോസസ്സായിരുന്നു. സോ അതുണ്ടെങ്കിൽ കൂടെ അതിൻ്റെ കൂടെ അവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന സീൽസ് എന്ന് പറയുന്നത്. പല രീതിയിലുള്ള ഷേപ്പിലുള്ള സീൽസ് അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ സ്ക്രിപ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് നമുക്കിപ്പോൾ ഡെസിഫർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അത് ഈ 2025 തുടക്കത്തിൽ ജനുവരിയിലൊക്കെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇതിൻ്റെ ഡെസിഫർ ചെയ്യാൻ പറ്റുന്നവർക്ക് എന്തോ പ്രൈസ് മണിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിനെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് എഴുതുകയും നെക്സ്റ്റ് ലൈൻ ലെഫ്റ്റ് ടു റൈറ്റ് എഴുതുന്ന ഒരു രീതിയിലുള്ള ഒരു ശൈലിയാണ്. പക്ഷെ നമ്മളിതുവരെ വന്ന് ഡെസിഫർ ചെയ്ത് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഓരോരോ സൈറ്റായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ സൈറ്റ് 2 തന്നാ ഓരോ സൈറ്റായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ്സാണ് ഈ കാണുന്നത്. ഹാരപ്പ, മോഹൻജൊദാരോ, ചോഹുദാരോ, ധോലാവീര, ലോത്തൽ, കാലിബൻ, സോർക്കോട്ട, രാഖിഗരി. ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം മോഹൻജൊദാരോ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ സൈറ്റ് നമ്മൾ അവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. റിവർ ഇൻഡസിൻ്റെ അടുത്തായിരുന്നു. ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഗ്രേറ്റ് ബാത്താണ്. ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് റിച്വൽസ് ഒക്കെ നടത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തിനോ ഒരുപാട് ആളുകൾ ഒത്തുചേർന്ന് ഉള്ള ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള ഒരു ഏരിയ ആണ്. അവിടെ ഇങ്ങനെ പടികളൊക്കെ ഉണ്ടാവും, നടുക്ക് വെള്ളം ഉണ്ടാവും, ഡ്രസ്സ് മാറ്റാനുള്ള ഏരിയാസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു സെറ്റപ്പാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. പിന്നെ കിട്ടിയത് ഡാൻസിങ് ഗേൾ, അതുപോലെ തന്നെ ഒരുപാട് സീലുകളും പിന്നെ അസംബ്ലി ഹാളുകളും. പശുപതി സീൽ എന്ന് പറയുന്നത് ശിവൻ്റെ ഒരു രൂപമാണ്. അതുപോലെ കോട്ടൺ ഫാബ്രിക്കുകളുടെ ഫോസിൽസ് കിട്ടിയിട്ടുണ്ട്. അവിടെ ആളുകൾ കോട്ടൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ പറയുന്ന കിട്ടിയിരിക്കുന്ന എവിഡൻസസ്. ഇതൊക്കെയാണ്. പശുപതി സീൽ കണ്ടില്ലേ, പ്രോട്ടോശിവ എന്നാണ് അതിനെ പറയുന്നത്. ആദ്യകാലത്തെ ഫസ്റ്റത്തെ ശിവ. അത് സ്റ്റെറ്റൈറ്റ് മെറ്റീരിയൽ. സ്റ്റെറ്റൈറ്റ് എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു തരം ക്ലേ ആണ്. അത് വെച്ചിട്ടാണ് ഈ പറയുന്ന സീലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ബ്രോൺസിൻ്റെ ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം? ബ്രോൺസ് ഈ പറയുന്ന മെഴുകിലിങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ മെഴുക് ഉരുക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെഴുകിൻ്റെ ആ ഒരു ഷേപ്പിൽ ഈ ബ്രോൺസ്, അതായത് ഒരു മെഴുകെടുക്കും. മെഴുകിന് ഏതെങ്കിലും ഒരു പൂവിൻ്റെ ഷേപ്പാണ്, ഈ പൂവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ അവരത് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ബ്രോൺസ് ഉരുക്കി ചേർക്കും. എന്നിട്ട് ഈ പറയുന്ന നമ്മുടെ വാക്സിന് മെൽറ്റ് ചെയ്ത് കളയും. അപ്പോൾ എന്താവും? ആ ഷേപ്പിലുള്ള ഒരു പ്രതിമ ഉണ്ടാവും. അതിനാണ് ലോസ്റ്റ് വാക്സ് പ്രോസസ്സ്. ഇപ്പോഴും പല പറയുന്ന സ്റ്റാച്യൂസ് ഉണ്ടാക്കാനും ഈ പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു മെറ്റലോജിക്കൽ സ്കില്ലാണ് ഇതിൽ പറയുന്നത്.
ഇവിടെ ഈ ഡാൻസിങ് ഗേൾ എന്ന് പറയുന്ന ഈ ഒരു ശില്പത്തിൽ ത്രിഭംഗ എന്ന് പറയുന്ന ഒരു പോസ്റ്ററാണ് കാണുന്നത്. അതായത് 3 ബെൻഡിങ് ഉണ്ട്. ഇതൊരു PYQ ആണ്. 3 ബെൻഡിങ് ഉണ്ട്. ഒന്ന് ഇതാ ഇവിടെ ഒരു ബെൻഡിങ്, ഇവിടെ ഒരു ബെൻഡിങ്, ഇവിടെ ഒരു ബെൻഡിങ്. അതാണ് ആ 3 ബെൻഡിങ് ആണ് അവിടെ കാണിക്കുന്നത്. ഈ ഒരു ഫീച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് മോഹൻജദാരോയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇതാണ്ടില്ലേ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫീമെയിൽ ഫിഗറിങ് ഡാൻസിങ് ഗേൾ മോഹൻജദാരോയിൽ നിന്ന് കിട്ടിയത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് ബ്രോൺസ്. 2024 ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ബ്രോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ആൻസർ നമുക്ക് ശരിയായേനെ. ഓക്കെ, ഇനി അടുത്തത് മറ്റൊരു കാര്യം നമ്മൾ അവിടെ നിന്ന് കിട്ടിയത് ബിയേർഡ് പ്രീസ്റ്റ് ആണ്. അതൊരു പ്രീസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. വളരെ ഏതോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളിൻ്റെ ഒരു താടി വെച്ച് അത് വളരെ വളരെ വൃത്തിയിൽ ട്രിം ചെയ്തിട്ടുള്ള നല്ല ഫാഷൻ സെൻസ് ഉള്ള ഏതോ ഒരാളുടെ ഒരു പ്രതിമ കിട്ടിയിട്ടുണ്ട്. അതും സ്റ്റെറ്റായിട്ട് വെച്ചിട്ട്, അതായത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലേ ആണ് ഈ സ്റ്റെറ്റായിട്ട്, അത് വെച്ചിട്ടുള്ള ഒരു പ്രതിമയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഓക്കെ, അതിൻ്റെ കൈയൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ഉള്ള ഷോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മൂപ്പര്. പിന്നെ ആമുലെറ്റ്സ് കിട്ടി. ആമുലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഈ ചരടും ഇതൊക്കെ ഉണ്ടാവില്ലേ, എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഏബിൾ ഫോഴ്സസ് അല്ലെങ്കിൽ പറയുന്ന ഗോസ്റ്റ് എന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള കൈൻഡ് ഓഫ് നമ്മൾ കണ്ണ് തട്ടാണ്ടൊക്കെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ചരട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഒരുപാട് സീലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സീലുകളും ഇതുപോലെ സ്റ്റെറ്റായിട്ട് വെച്ചിട്ട്, കാരണം സ്റ്റെറ്റായിട്ട് ആകുമ്പോൾ എന്താ, നമുക്ക് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ വൃത്തിക്ക് കാർവ് ചെയ്ത് നമുക്കിങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സീലുകൾ കിട്ടിയിട്ടുണ്ട്. സീൽ എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക? ബാർട്ടർ സിസ്റ്റം പ്രിവെയിൽ ആണെങ്കിൽ കൂടെ തന്നെ കറൻസിൻ്റെ സ്ഥാനത്ത് യൂസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആൻസർ പേപ്പറൊക്കെ എങ്ങനെയായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എങ്ങനെയായിരിക്കും വരിക, ഒരു സീൽ ഇട്ടിട്ടാണ് വരിക. നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളെ സീൽ പൊട്ടിക്കുക. അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു മാർക്ക് ഓഫ് അതോറിറ്റിയാണ്, അതുപോലെ തന്നെ ഒരു കോൺഫിഡൻഷ്യാലിറ്റിയാണ് അല്ലേ. അപ്പോൾ പല രീതിയിലുള്ള ഷേപ്പുകളിൽ സിലിണ്ടറിക്കൽ ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലും റൗണ്ട് ഷേപ്പിലൊക്കെ സീൽസ് അവൈലബിൾ ആയിരുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, എവിടെ നിന്ന് ആരാണ്. ഇപ്പം നമ്മൾ മെസോപ്പൊട്ടാമിയയ്ക്ക് ഒരു ട്രേഡ്, ഒരു വലിയ ചരക്ക് കൊടുത്തു വിടുകയാണെങ്കിൽ IVC-കാർ ഇതുപോലെ ഒരു സീൽ ഒട്ടിച്ചിട്ടാണ് കൊടുക്കുക, ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ സീൽ പൊട്ടിക്കാത്തത് മെസോപ്പൊട്ടാമിയയിൽ എത്തുന്നു, അതിൻ്റെ തെളിവുണ്ട് ദാറ്റ് IVC എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള പല തരത്തിലുള്ള സീലുകളും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് അവർ തമ്മിലുള്ള ഒരു ട്രേഡിൻ്റെ ഒരു ബന്ധം നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ആദ്യമായിട്ട് IVC-ൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിവിലൈസേഷനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുകൂടി വിളിക്കുന്നത്. ആഫ്റ്റർ ഓൾ ഇതൊരു സൈറ്റ് തന്നെയാണ്, ഒരു വൺ ഓഫ് ദ മെനി സൈറ്റ് ഓഫ് IVC ആണ്. ഓക്കെ, രവി റിവറിൻ്റെ നിയറാണ് ഈ പറയുന്ന ഹാരപ്പൻ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഗ്രാനറികളാണ് കേട്ടോ. സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഓഫ് സീലുകൾ ഈ ഹാരപ്പയിൽ നിന്നിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? മോഹൻജദാരോ. സെക്കൻഡ് ലാർജസ്റ്റ് സീലുകൾ കിട്ടിയിട്ടുള്ളത് ഹാരപ്പ. അതായത് അവിടെ ഒരുപാട് ട്രേഡ് നടന്നിരുന്നു എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. ഇത് നോക്കുന്നൊരു ജെമിനി ഇമേജ് ആണ്. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ടൗൺ പ്ലാനിങ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരേപോലെയുള്ള വളരെ ഭംഗിയുള്ള മൾട്ടി സ്റ്റോറേഡ് ആയിട്ടുള്ള ഒരുപാട് ഹൗസസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റി, 2 ടൈപ്പ് ഓഫ് സിറ്റീസ് അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് പാർട്ട് ഉണ്ടായിരുന്നു. ഒരു ടൗണിനെ 2 രീതിക്ക് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഒരു വെസ്റ്റ് പാർട്ടിൽ ഒരു റേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് കുറച്ച് പൊങ്ങിയൊരു ഭാഗമുണ്ട്. ആ പൊങ്ങിയ ഭാഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. മേ ബി റൂളേഴ്സ് ആവാം, അല്ലെങ്കിൽ അവിടുത്തെ തലവന്മാരായിരിക്കും. അവർ കുറച്ചുകൂടി വലിയ വീടുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ്, ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഇപ്പം ക്യാപിറ്റൽ സിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഫീസസ് ഒക്കെ ഉണ്ടാവും അല്ലേ. നമ്മുടെ സെക്രട്ടേറിയറ്റ് ട്രിവാൻഡ്രത്താണ്, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതി ഭവൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡൽഹിയിലായിരിക്കും. സോ ദ തിങ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് സിറ്റാഡലാണ്. ഗ്രാനറീസ് പോലെയുള്ള കാര്യങ്ങൾ, അവരുടെ ഗ്രാനറീസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇവിടെയായിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ല രീതിയിൽ മതിലൊക്കെ കെട്ടി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, താഴെയുള്ള ഈ ഒരു ഏരിയയിലാണ് സാധാ ഓർഡിനറി പീപ്പിൾ മസ്റ്റ് ഹാവ് ബീൻ ലിവിങ്. അപ്പോൾ ഈ ഒരു ഐഡിയ ആണ് മൈൻഡിലേക്ക് വേണ്ടത്. ഓക്കെ, മേലെ ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് സിറ്റാഡൽ ആയിരുന്നു എന്നുള്ളത്. ഇനി മോഹൻജദാരോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റമാണ്. പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ സിറ്റി മൊത്തം ഒരു ഗ്രിഡ് പാറ്റേണിലാണ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പല രീതിയിലുള്ള ഇങ്ങനെ
എന്താ പറയുക, റെക്റ്റാങ്കിൾസ് ഉണ്ടായിരുന്നു, റെക്റ്റാങ്കുലർ ബ്ലോക്സ് ഉണ്ടായിരുന്നു, 90 ഡിഗ്രിയിലുള്ള ഒരുപാട് റൈറ്റ് ആംഗിൾസിലുള്ള സ്ട്രീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഐഡൻറ്റിക്കൽ ആയിരുന്നു, മോസ്റ്റ്ലി എല്ലാ വീടുകളും കാര്യങ്ങളും മോണോട്ടോണസ് ആയിരുന്നു, ഒരേപോലെയുള്ള തന്നെയായിരുന്നു. രണ്ടിൽ കൂടുതലും സ്റ്റോറിയുള്ള ബിൽഡിങ്സ്. ഇപ്പോൾ ഉള്ള നമ്മുടെ ഒരു ജനജീവിതം എന്താണോ അത് തന്നെയാണ് ഐ വി സി. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഐ വി സിയിൽ എന്ന് ചോദിക്കുമ്പോൾ ഇന്നുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്, എക്സെപ്റ്റ് കുറച്ച് എക്സംഷൻസ് ഉണ്ടായിരുന്നു. അതൊഴിച്ചാൽ ബാക്കി ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ എന്താണോ അത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് ഓൺ വെല്ലുകളുണ്ടായിരുന്നു, അവരുടെ വിൻഡോസ് ഒന്നും തന്നെ സ്ട്രീറ്റിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ളതായിരുന്നില്ല. എന്തുകൊണ്ട് വേണ്ടിയിട്ടായിരുന്നു? പ്രൈവസിക്ക് വേണ്ടിയിട്ട്. അവരുടെ ഡോറൊക്കെ ഇങ്ങനെ സ്ട്രീറ്റിലേക്ക് ഡയറക്റ്റായിട്ട് ആക്സസിബിലിറ്റി വിസിബിലിറ്റി ഇല്ലാത്തതായിരുന്നു. മൂന്നിൽ കൂടുതൽ അങ്ങനെയുള്ള വലിയ വലിയ ബിൽഡിങ്സ് ആയിരുന്നു. ഏറ്റവും ഫണ്ണിയസ്റ്റ് തിങ് നോക്കൂ, അവരുടെ ബാത്റൂം ടൈൽസ് ഉള്ള ടൈപ്പ് ഓഫ് ബാത്റൂംസ് ആയിരുന്നു. അത്രയും അടിപൊളിയായിരുന്നു. ഡ്രെയിനേജ് സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രെയിൻസ് എന്ന് പറയുന്നത് മോർട്ടർ, ലൈം, ജിപ്സം എല്ലാം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. എന്ന് മാത്രമല്ല അതിനെ മേലെ കവർ ചെയ്യാനായിട്ട്, മേലെ എങ്ങനെ കവർ ചെയ്തിരിക്കുന്നു, ലാർജ് ബ്രിക്ക് സ്ലാബ് വെച്ചിട്ട് മേലെ ഇങ്ങനെ കവർ ചെയ്തും വെച്ചിട്ടുണ്ട്. അത്രയും ഹൈജീൻ ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു ഈ പറയുന്ന മോഹൻജൊദാരോയിലെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മോഹൻജൊദാരോന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള സൈറ്റുകളൊന്ന് ചൗഹുദാരോണ്. ചൗഹുദാരോ എന്ന് പറയുന്നത് ഇതേപോലെ റിവർ ഇൻഡസിൻ്റെ തീരത്തുള്ളതാണ്. അതിൽ ഓൺലി ഐ വി സി സിറ്റി വിത്ത് നോ സിറ്റാഡൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിറ്റാഡൽ ഉണ്ട്, ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ടെന്ന്. അപ്പോൾ അതുപോലെ എല്ലാ ഐ വി സി സിറ്റി എല്ലാ സൈറ്റ്സിലും സിറ്റാഡൽ ഉണ്ട്, പക്ഷേ ഇതിന് മാത്രം സിറ്റാഡൽ ഇല്ല. ഏറ്റവും കൂടുതലായിട്ടുള്ള കോപ്പർ ടൂൾസ് കിട്ടിയത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അതുപോലെ തന്നെ ബാങ്കിളുകളുടെയും ബീഡ്സിൻ്റെയൊക്കെ അവശിഷ്ടം കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ ബാങ്കിൾ ബീഡ്സിൻ്റെ ഫാക്ടറികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി കാലിബംഗൻ എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഒരു ഏരിയ ആണ്. അവിടെ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് കാലിബംഗൻ പ്ലോഡ് ഫീൽഡ്സിൻ്റെ, അതായത് ഉഴുതുമറിച്ച നിലങ്ങൾ, ഫീൽഡുകൾ, അഗ്രികൾച്ചറൽ ഏരിയാസ് ഉഴുതുമറിച്ചതിൻ്റെ എവിഡൻസസ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് ഫയർ ആൾട്ടേഴ്സ് ആണ്. ഫയർ ആൾട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക, ഹോമകുണ്ടങ്ങളാണ്. അതും റിച്വൽസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഹോമകുണ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വിച്ച് മീൻസ് അവിടെ എന്തൊക്കെയോ ടൈപ്പ് ഓഫ് ഒരു റിലീജിയസ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്, അല്ലേ, ഫയർ ഓൾട്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ക്യാമലിൻ്റെ ബോണ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, ക്യാമൽ ബോൺസും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത്, ഇത് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഡോലാവീര എന്ന് പറയുന്നത്. ഡോലാവീരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഗുജറാത്തിലുള്ള ഒരു സൈറ്റാണ്. അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ള ഒരു സാധനമാണ്. ഗുജറാത്തിലെ ദിസ് ഈസ് ആക്ച്വലി ദ 4th സൈറ്റ്. ഗുജറാത്തിൽ നിന്ന് 4 സൈറ്റുകൾക്ക് യുനെസ്കോ ലിസ്റ്റിലുണ്ട്. ഇതിൽ 4ാമത്തെ സൈറ്റാണിത്. ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന നമ്മുടെ ഐ വി സിൻ്റെ 3 സ്റ്റേജസ് ഉണ്ട് പറഞ്ഞില്ലേ നമ്മൾ, 3 ഫേസസ്. ഈ 3 ഫേസസിലും ഈ പറയുന്ന ഡോലാവീര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഇതിൽ ഈ ഒരു ഏരിയ പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് വരേണ്ട സാധനം വാട്ടർ മാനേജ്മെൻ്റ് ആണ്. ഒരുപാട് റിസർവോയേഴ്സ്, വെല്ലുകൾ, വാട്ടർ ടാങ്കുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ പറയുന്ന ഏരിയയിൽ ഉണ്ടായിരുന്നു. വെള്ളം റിലേറ്റഡ് വാട്ടർ, ഡോലാവീര എന്ന് പറയുന്നത് ഇസ് ഓൾ അബൌട്ട് ഈ പറയുന്ന അപ്പർ, മിഡിൽ, ലോവർ എല്ലാ ഫേസസ് ഓഫ് ഐ വി സിയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്ലസ് അവിടെ റിസർവോയേഴ്സ്, വെള്ളത്തിൻ്റെ വാട്ടർ മാനേജ്മെൻ്റ് ആണ് മെയിനായിട്ട്. സി ഇസ് എ ക്വസ്റ്റ്യൻ. ഏൻഷ്യൻ ടൗണ് എലാബറേറ്റഡ് സിസ്റ്റം ഓഫ് വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉള്ളത് എവിടെയാണ്? ഡോലാവീരയാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, പിന്നെ മറ്റ് സൈറ്റുകൾ എന്ന് പറയുന്നത് 1 ലോത്തൽ, 2 റാക്കി കർഹി. ലോത്തൽ എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഇതെന്താ, അവിടെ ഒരു ഷിപ്പ് യാർഡ് ഉണ്ടായിരുന്നു. ഡോക്ക് യാർഡ് എന്ന് പറഞ്ഞത് എന്താ, ഷിപ്പ് യാർഡാണ്. ഓക്കെ, ഷിപ്പ് യാർഡുള്ള ഐ വി സി സിറ്റി ഏതാണ്? ലോത്തൽ. അപ്പോൾ ദ തിങ് ഇസ് ഒരുപാട് സൈറ്റ്സ് ഉണ്ട്. എത്ര സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞേ? 1500 സൈറ്റ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. ഈ 1500 നമ്മൾ പഠിക്കണോ? വേണ്ട, ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി. ആ ആവശ്യമുള്ളത് മാത്രം പഠിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇപ്പം നമ്മൾ ബാങ്കിൾ ഫാക്ടറി ഉണ്ട് പഠിച്ചു, വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ട് പഠിച്ചു, ഗ്രേറ്റ് ബാത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കി, ഡോക്ക് യാർഡ് ഉണ്ട് മനസ്സിലാക്കി, അല്ലേ? ഇതൊക്കെ എവിടെയാണ് കിട്ടുന്നത്, ഏത് സൈറ്റിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്, അത് മാത്രം മനസ്സിലാക്കാം. പിന്നെ വക്യോല് കിട്ടിയിട്ടുണ്ട്, റൈസ് ഹസ്കിൻ്റെ എവിഡൻസസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു, അതും ഈ ലോത്തലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ബറിയൽ, ഒരു അടക്കം ചെയ്തിട്ടുള്ള, അതായത് ഡെഡ് ബോഡീസ് അടക്കം ചെയ്ത് ഒരു എന്താ അതിന് പറയുക, കോഫിനിൽ തന്നെ ഒരു അടക്കിയതിൽ തന്നെ 2 ആളുകൾ, 2 ഡബിൾ ബറിയൽ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്ന
ഓൾട്ടേഴ്സ് ഉണ്ട്. സാക്രിഫൈസ് ഓൾട്ടർ നേരത്തെ പറഞ്ഞ പോലെ കാലിബംഗിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, ലോകത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. രാഖി ഗർഹിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഹരിയാനയിലുള്ള ഒരു സൈറ്റാണ്. ഹരിയാനയിൽ വേറൊരു സ്ഥലമാണ് ബനാവലി എന്ന് പറയുന്നത്. ഇങ്ങനെ 2 ഹരിയാന സൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രാഖി ഗർഹിയിലും ഈ പറയുന്ന 3 ഫേസസ് ഓഫ് IVCയും കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ഡോഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഇവിടെ കണ്ടുവരുന്നുണ്ട്. നായ്കളിനെ വളർത്തിയിരുന്നതിൻ്റെ എവിഡൻസസ് ഉണ്ടായിട്ട്. ഹോഴ്സ് എവിഡൻസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ IVC ശരിക്കും പറഞ്ഞാൽ ഹോഴ്സ് സെൻട്രിക് അല്ല. അതായത് ഇനി അതിന് ശേഷമുള്ള രാജാക്കന്മാർ, നമ്മളിപ്പം രാജാവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എന്താ മൈൻഡിലേക്ക് വരിക? അങ്ങനെ കുതിരപ്പുറത്തൊക്കെ രാജാവ് വരുന്നതായിരിക്കും അല്ലേ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ടാവും. അത് രാജാവിൻ്റെ കാലഘട്ടങ്ങൾ വരുന്ന സമയത്ത് നമ്മളിനി മഹാജനപദാസൊക്കെ പഠിക്കും. ആ സമയത്താണ് ശരിക്കും പറയുന്ന ആര്യന്മാരുടെ ഇൻവേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ആര്യന്മാർ വരുന്നുണ്ട് നമ്മുടെ രാജ്യത്തേക്ക്, കുറേ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അവരുടെ കയ്യിൽ കുറേ കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. സെൻട്രൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളാണ് അവർ. അവരുടെ വരവോടൊക്കെ കൂടിയാണ് ഹോഴ്സ് ശരിക്കും ഇന്ത്യയിലേക്ക് ഒരുപാട് വരുന്നത്. പക്ഷേ ഇവരെന്ന് പറയുന്ന IVCക്കാരെന്തല്ല, ഹോഴ്സ് സെൻട്രിക് ആളുകളല്ല. എന്നാൽ അവിടെ ഹോഴ്സിൻ്റെ എവിഡൻസസ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇല്ല, ഒട്ടും കണ്ടിട്ടില്ല. നോ ഹോഴ്സ് എവിഡൻസ് വാസ് ഫൗണ്ട് എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. ഹോഴ്സ് എവിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ വളരെ സൂപ്പർഫിഷ്യലായിരുന്നു എന്ന് മാത്രം. സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ മേലോടെ നമുക്കിങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് നോക്കിയാൽ മാത്രമേ അത് ഹോഴ്സ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എവിടെ നിന്നുള്ളത്? മോഹൻജദാരോ എന്നുള്ളത്. എന്നാൽ ടെറാക്കോട്ട ഫിഗറിൻസ് ഇത് കണ്ടില്ല, ഒരു ഹോഴ്സ് പോലെ ഇല്ലേ, ഇത് നമുക്ക് ലോകത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഹോഴ്സിൻ്റെ റിമെയിൻസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹോഴ്സ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെ നമുക്ക് സുർഖക്കോട്ട എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ മറ്റുള്ള അനിമൽസ് എന്തൊക്കെയായിരുന്നു? മെയിനായിട്ട് എലിഫൻസ്, റൈനോസ്. പക്ഷേ ലയണും കൗവും ഒന്നുമില്ല കേട്ടോ. ലയനും കൗവിനെയും ഒന്നും നമുക്ക് ഈ പറയുക എന്താണ് ഇവിടെ IVCയിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഓൾറൈറ്റ്. ഇനി റിലീജിയസ് പ്രാക്ടീസസിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ഇത്ര നേരം കുറേ കണ്ടില്ലേ, ഒരുപാട് റിലീജിയസ്. ഈ ഫയർ ഓൾട്ടേഴ്സ് അതിൻ്റെ ഒരു ഹോമകുണ്ടങ്ങൾ, അതിൻ്റെ ഒരു ഇതല്ലേ. ഫാലസ് വർഷിപ്പ് ഉണ്ട്. ഫാലസ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ശിവലിംഗം പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ മദർ ഗോഡസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മദർ ഗോഡസ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫിഗറിനാണ്. ടെറാക്കോട്ട ഫിഗറിൻസ് ഷോയിങ് ദാറ്റ് അവർ റിലീജിയസ് പ്രാക്ടീസസ് ഉണ്ടായിരുന്നു, ഒരു ദൈവത്തെ പൂജിച്ചിരുന്നു എന്നുള്ള രീതികൾ. പിന്നെ പീപ്പിൾ ട്രീൻ്റെ ഒരു ഇതുണ്ട്, റെഫറൻസ് ഉണ്ട്. പീപ്പിൾ ട്രീ, ആൽമരത്തിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. എങ്ങനെ മനസ്സിലാക്കാം? അവർ ഈ പറയുന്ന നായ്ക്കുട്ടിനെയും അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഒരുപാട് സാധനങ്ങളെയൊക്കെ നമ്മളിപ്പോൾ ഈജിപ്തിൽ മമ്മീനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താ പറയുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ബറിയലിലുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെയുള്ള ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാവാം ഈ പറയുന്ന സാധനങ്ങളെയൊക്കെ അവരവരുടെ ബറിയൽസിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ ഫെർട്ടിലിറ്റി വർഷിപ്പ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ടെമ്പിളുകൾ ഇല്ല. എക്സ്പ്ലിസിറ്റ്ലി ടെമ്പിളിൻ്റെ എവിഡൻസസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുറേ എവിഡൻസസ് ഉള്ളത് കൊണ്ട് തന്നെ റിലീജിയസ് പ്രാക്ടീസസ് സുലഭമായിരുന്നു എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെ വേണം കരുതാൻ. ഓക്കെ, ഇത് മെയിൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഇവിടെ മെയിനായിട്ട് വരുന്നത് എന്താ, ഈ മെസോപ്പൊട്ടാമിയ, ഈജിപ്റ്റ്, അതുപോലെ ഗ്രീസ് അങ്ങനെയുള്ള ഏരിയാസൊക്കെ ഇവരുടെ കണ്ടംപററീസ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവരൊക്കെ എങ്ങനെയാണ് IVCയുടെ ഡിഫറൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇപ്പോഴും അതെല്ലാം പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാനാണ്. അത് 200 വാക്കിൽ എഴുതാനാണ് പറയുന്നത്. 200 വാക്കെന്ന് പറഞ്ഞാൽ 3 പേജൊക്കെ എഴുതണം നമ്മൾ. ഓക്കെ, 12.5 മാർക്കിന് 2015 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ 10 മാർക്കിന് 150 വേർഡ്സ്, അത് 2 പേജ് എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദാറ്റ് വാസ് ലൈക്ക് ഏർബൻ പ്ലാനിങ്ങും കൾച്ചറും ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മൾ വളരെയധികം അവരിനെ നമ്മൾ വി ലുക്കിംഗ് അപ് ടു ദം. ഏതൊക്കെ രീതിയിൽ? ഒന്ന്, ഈ പറയുന്ന സാനിറ്റേഷൻ, അല്ലെങ്കിൽ പറയുന്ന ഡ്രെയിനേജ് സിസ്റ്റംസ്, അല്ലെ അവരോട് ഒരു ഹൈജീൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ സൊസൈറ്റിയിലും റെലവൻ്റ് ആണ്. ഈ ബറിയൽ പ്രാക്ടീസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ബറിയൽസ് ഉണ്ട്. ഡയറക്റ്റ് ബറിയൽസ് എന്ന് പറഞ്ഞാൽ ബോഡി ഡയറക്റ്റ് ആയിട്ട് ഗ്രൗണ്ടിൽ ബറിയുക, അല്ലെങ്കിൽ ഏൺ ബറിയൽസ്, നമ്മൾ നേരത്തെ കണ്ട നന്നങ്ങാടി പോലെയുള്ള ഊൺ കോഫൻസ് ഉണ്ട്, ഒരു പോട്ട് പോലെയുള്ള സാധനത്തിൽ ഇട്ട് വയ്ക്കുന്ന ഒരു സെറ്റപ്പ് ഓഫ് ബറിയൽ പ്രാക്ടീസസ് ഉണ്ടായിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, ട്രേഡിനെ പറ്റി മെയിനായിട്ട് പറയുകയാണെങ്കിൽ അഫ്ഗാൻ ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ലാപ്പസ് ലസൂലി എന്ന് പറയുന്ന ഒരു മെയിൻ സ്റ്റോണിൻ്റെ ട്രേഡ് നടന്നതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ 2 ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷൻസ് ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഈ മെസോപ്പൊട്ടാമിയൻ എന്ന് പറയുന്ന അവരുടെ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അവർ മെലൂഹ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ച് റെഫർ ചെയ്യുന്നുണ്ട്. മെലൂഹ എന്ന് പറയുന്നത് നമ്മുടെ IVCനെ അവർ റെഫർ ചെയ്യുന്ന പേരാണ്. ഓൾറൈറ്റ്. പിന്നെ വേറെ ഈ പറയുന്ന ട്രേഡിൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ബഹ്റിൻ ആ ഒരു ഏരിയയിലുള്ള ഡിൽമണും, അതുപോലെ തന്നെ ഇറാൻ പാകിസ്ഥാൻ ആ ഒരു ഏരിയയിലുള്ള മാഖൻ എന്ന് പറയുന്ന ഒരു ഏരിയ. ഇതൊക്കെ PYQ തന്നെയാണ്. ഇനി അഗ്രികൾച്ചറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ നമ്മൾ വെൽ പ്ലോഡ് ആയിട്ടുള്ള ഫീൽഡുകൾ നമ്മൾ കണ്ടു. ആ കാലിബംഗൻ എന്നുള്ള എവിഡൻസസ് കിട്ടി അല്ലേ. അതുമാത്രമല്ല നൈൽ റിവറിനെക്കാട്ടിലും കൂടുതൽ ഏറ്റവും കൂടുതൽ അലുവിയൽ ഡെപ്പോസിറ്റ് ഉള്ള
അലൂവിയൽ ഡെപ്പോസിറ്റ് ക്യാരി ചെയ്യുന്നത് ആരാണ്? ഇൻഡസ് ആണ്. പിന്നെ വെയ്റ്റ്സും മെഷേഴ്സും സീൽസും എല്ലാം കാണുന്ന ഈ വെയ്റ്റ് മെഷേഴ്സൊക്കെ പ്രോപ്പർ മെഷർമെൻ്റ് ഉണ്ട്. 16ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരുന്നു, ലൈക്ക് 16, 64, 460 ആ രീതിയിൽ അവരുടെ മോസ്റ്റ്ലി അതിൻ്റെ മൾട്ടിപ്പിൾസ് ഉള്ള വെയ്റ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഹാരപ്പൻ വളരെയധികം പ്രോസ്പെരിറ്റിയിൽ എത്തുകയും വീറ്റ് എസ്പെഷ്യലി മാഗർ ഏരിയ പാകിസ്ഥാൻ ഏരിയയിൽ വീറ്റ്, അതുപോലെ തന്നെ ലോത്തിൽ നമ്മൾ പറഞ്ഞു വക്യോളിൻ്റെ അവശിഷ്ടം കിട്ടി, റൈസിൻ്റെ അല്ലേ, അതല്ലാതെ ബാർലി, ഹോസ് ഗ്രാം, പീസ്, വാട്ടർമെലൺ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അവരവിടെ ഹാർവെസ്റ്റ് ചെയ്തു. ഒരുപാട് അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റി ഉണ്ടായി. കൂടുതലും ഒരു നോൺ വെജിറ്റേറിയൻ ഫുഡായിരുന്നു, എങ്കിൽ കൂടെ മീൻ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടായിരുന്നു. അത് വിട്ട മിൽക്കും കേർഡും കാര്യങ്ങളൊക്കെ അവർ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടുത്തെ പോട്ടറി എന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരുപാട് കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റോർ ചെയ്യണം, റൈറ്റ്, പ്രോപ്പറായിട്ട്. അങ്ങനെ അവർ പോട്ടറി അവർ ഉണ്ടാക്കാൻ തുടങ്ങി. ആ പോട്ടറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് റെഡ് ബ്ലാക്ക് പോട്ടറി. ആ ഒരു ഐവീസിൻ്റെ പോട്ടറി ഏതാണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. റെഡ് ബ്ലാക്ക് ആണ്, അതായത് റെഡ് പോട്ടറിയിൽ ബ്ലാക്ക് കളറിൻ്റെ ഷേപ്പും ഡിസൈൻസ് ഒക്കെ കൊടുക്കും. കൂടുതലും മരങ്ങളും സർക്കിളൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ആ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ടാവും. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ആക്ച്വലി. റെഡ് ആയിട്ടുള്ളതിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചിത്രം വരച്ചിട്ട്. അതുപോലെ തന്നെ പെർഫറേറ്റഡ് ആയിട്ടുള്ള പോട്ട്സ് ഉണ്ട്, അതായത് ഓട്ടയുള്ള പോട്ട്സ് ഉണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബീവറേജസ് അല്ലെങ്കിൽ ഈ പറയുന്ന വൈനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ലിക്വിഡ് മാത്രമായിട്ട് അരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഓട്ടയുള്ള പോട്ട്സൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള എക്സെപ്ഷൻസ് നോക്കി വെക്കുക. ടെമ്പിൾ ഇല്ല എന്ന് പറഞ്ഞു. അതേപോലെ വേറെ ഒരു ഇല്ലാത്തൊരു സാധനം അയേൺ ആണ്. അയേൺ അവർ കണ്ടുപിടിച്ചിട്ടില്ല. കോപ്പർ ഉണ്ട്, ബ്രോൺസ് ഉണ്ട്. പക്ഷെ എന്തില്ല, ഈ ബ്രോൺസ് എന്ന് പറയുന്നത് ശരിക്കും ടിന്നിൻ്റെയൊക്കെ ഒരു ഇതല്ലേ, എലോയ് അല്ലേ. പക്ഷേ ഈ അയേൺ എന്ന് പറഞ്ഞ സാധനം അവർ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടില്ല. അതാണ് ഇനി നെക്സ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ കണ്ടുപിടിക്കാം. പിന്നെ അവർ കോട്ടൺ വൂൾ അങ്ങനത്തെ ഡ്രസ്സസ് എല്ലാം ഇട്ടിരുന്നതിൻ്റെ കോട്ടൻ്റെയൊക്കെ ഫോസിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് പതുക്കെ ഈ IVC ഡിക്ലൈൻ ആയി എന്നതിനെക്കുറിച്ചുള്ള ക്ലിയർ എവിഡൻസസ് നമുക്ക് അവൈലബിൾ അല്ല. പല രീതിയിലുള്ള തിയറീസ് നടക്കുന്നുണ്ട്, പക്ഷേ ശരിക്കും നമുക്ക് പ്രോപ്പർ റീസൺ അറിയില്ല. ചിലർ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെൻട്രൽ ഇന്ത്യയിൽ നിന്ന് കുറേ പേര് വന്നു എന്ന്, ആ ആര്യൻസിൻ്റെ ഇൻവേഷൻ ആവാമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ആര്യൻസിനെ കുറിച്ച് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം. അല്ലെങ്കിൽ കുറേ എക്കോളജിക്കൽ ഡിസ്റ്റർബൻസസും കാര്യങ്ങളും വന്നു. കുറേ ഏതൊക്കെയോ രീതിയിലുള്ള എർത്ത് നാച്ചുറൽ കലാമിറ്റീസോ ഒക്കെ വന്നിട്ട് ചിലപ്പോൾ ഇത് നശിച്ചതാവാം. അല്ലെങ്കിൽ റിവർ കോഴ്സ് മാറി ഒഴുകാം, അല്ലെങ്കിൽ ഫ്ലഡ് വന്നിരിക്കാം. അതുമല്ലെങ്കിൽ മഴ ഒരുപാട് കുറഞ്ഞതിന് ശേഷം വളരെ അറിഡായിട്ടുള്ള വളരെ വരൾച്ച ബാധിച്ചിട്ടായിരിക്കാം. എന്ത് റീസൺ എന്നൊന്നും അറിയില്ല. ഇത്രയും പ്രോസ്പർ ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ എങ്ങനെയോ ഡിക്ലൈനായി പോയി എന്നാണ് ലാസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി കാരണം നെക്സ്റ്റ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ മഹാജനപദാസിനെ കുറിച്ച് പഠിക്കും. അതിന് മുന്നേ ഒരു വേദിക് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ IVCക്ക് അറിയുന്ന രീതിയിലുള്ള ഇത് വളരെ പ്രോപ്പർ ഏർബൻ പ്ലാനിങ് ആണ്. ഈ പറയുന്ന ഏർബൻ പ്ലാനിങ് ഒന്നുമല്ല ഇനി വരുന്ന ഒരു ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. വീണ്ടും റൂറലായിട്ട് പോകേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഏർബൻ സെറ്റിൽമെൻറ്റിൻ്റെ നോളേജും അടുത്ത ജനറേഷനിലേക്ക് പാസ് ഓൺ ആയില്ല? എന്തുകൊണ്ട് ഇത് മൊത്തത്തിൽ നശിച്ചു പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള എവിഡൻസസ് നമ്മുടെ കയ്യിലില്ല. ഓൾ വി നോസ് അത് എങ്ങനെയോ ഡിക്ലൈൻ ആയി എന്നുള്ളത് മാത്രമാണ്. ഇതൊരു PYQ ആണ്. എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചിട്ടുള്ള 2 സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരി തെറ്റ്, അല്ലെങ്കിൽ അതൊന്ന് രണ്ടും കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. ഒന്ന് പറയുന്നു അതൊരു സെക്യുലർ സിവിലൈസേഷൻ ആണ് എന്ന് പറയുന്നു. ആണ് അല്ലേ, കാരണം നമുക്ക് അവിടെ ഒരു ടെമ്പിൾ ഇല്ല, അല്ലെങ്കിൽ ഇന്ന ഒരു റിലീജിയനാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറയാനായിട്ടുള്ളൊരു എവിഡൻസ് ഇല്ല. അപ്പോൾ ദിസ് മസ്റ്റ് ബി എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ഒട്ടും റിലീജിയനേ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, റിലീജിയൻ ഉണ്ട്, പക്ഷെ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ഇന്നതേ ഫോളോ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളതിൻ്റെ ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ കോട്ടൺ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അത് ഒബ്വിയസ്ലി ഉണ്ട്, നമ്മൾ പറയും മാഗർ. അപ്പോൾ ബോത്ത് എന്നുള്ളതായിരിക്കണം ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. ഇനി വേറെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, ദേ പോസസ് ഗ്രേറ്റ് പാലസസ് ആൻഡ് ടെമ്പിൾസ്. രണ്ടും തെറ്റല്ലേ? പാലസിൻ്റെ ഒരു എവിഡൻസസ് നമുക്കില്ല. ആകെയുള്ള നമുക്കൊരു ഐഡിയ എന്ന് പറയുന്നത് സിറ്റാഡൽ ഉണ്ടായിരുന്നു, റേസ് പ്ലാറ്റ്ഫോമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. പാലസ് ഉണ്ടായിരുന്നു, രാജാവ് ഉണ്ടായിരുന്നു, ഒന്നും നമുക്കറിയില്ല. പിന്നെ ദേ വർഷിപ്പ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൈറ്റീസ്. അത് ശരിയാണ് അല്ലേ? ശിവനുണ്ട്, അപ്പുറത്ത് മദർ ഗോഡസസും ഉണ്ട്. പിന്നെ ഹോഴ്സ് ഡ്രോൺ ആയിട്ടുള്ള ചാരിയറ്റ്സ് ഉണ്ട്. ചാരിയറ്റ്സിൻ്റെ കാര്യമേ ഇല്ല. ഈവൻ ഹോഴ്സ് വരെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള എവിഡൻസസ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ രാജാവിൻ്റെ അങ്ങനെയുള്ള മെൻഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ 2 ഓൺലിയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുക. ഓൾറൈറ്റ്. സോ ബോത്ത് മെയിൻസിനും അതുപോലെ തന്നെ പ്രിലിംസിനും ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്.